ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീനൊന്നും കിട്ടാത്ത സമയത്ത് പെട്ടെന്ന് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ രണ്ട് നല്ല വിഭവങ്ങളാണ് ഉണക്കച്ചെമ്മീൻ കറിയും ഉണക്കച്ചെമ്മീൻ ഉലർത്തിയതും. ചിലർക്കെങ്കിലും മീൻകറി ഇല്ലാതെ ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തവർക്കൊക്കെ ഇത് രണ്ടും ട്രൈ ചെയ്യാം. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാനിതിവിടെ തയ്യാറാക്കുന്നത്. ഇത് ടേസ്റ്റ് കൂടാനായിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. ഞാനിവിടെ ഉണക്കച്ചെമ്മീൻ്റെ കൂടെ പച്ചക്കായും കൂടി ഇടുന്നുണ്ട്. പച്ചക്കായ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഈ രീതിയിൽ പച്ചക്കായ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. രണ്ട് ചെറിയ പച്ചക്കായ ഇതേപോലെ നുറുക്കിയതിന് ശേഷം ആദ്യമേ തന്നെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പച്ചക്കായ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത് കൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തത് ഇതിൻ്റെ കറയെല്ലാം പോയി കിട്ടും. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. പിറ്റേ ദിവസം കറി ഉണ്ടാക്കാനാണെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ ഇതേപോലെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി 1 കപ്പ് തേങ്ങ ചിരവിയതും 7 ചെറിയ ഉള്ളിയും 8 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് വഴറ്റാനുള്ളതാണ്. ഇനി വേണ്ടത് ചെമ്മീനാണ്. 1 കപ്പ് ചെമ്മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണക്കച്ചെമ്മീൻ്റെ പരിപ്പ് തന്നെയായിട്ടുള്ളതാണ്. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ ഉണക്കച്ചെമ്മീൻ സാധാരണ നമുക്ക് കിട്ടുന്ന പോലെ അങ്ങനെ എടുത്താലും മതി. അങ്ങനത്തെ ഉണക്കച്ചെമ്മീനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ തലയും വാലും ഇതേപോലെ നുള്ളിക്കളയണം. എന്നിട്ടിത് 3-4 പ്രാവശ്യം കഴുകിയെടുത്ത് പെട്ടെന്ന് തന്നെ ഇത് വറുത്തെടുക്കണം. അതായത് ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമ്മൾ ഉണക്കച്ചെമ്മീൻ കഴുകിയെടുത്താൽ മതി. ഇങ്ങനത്തെ ഉണക്കച്ചെമ്മീനിലൊക്കെ നല്ലപോലെ മണലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് 3-4 പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കേണ്ടി വരും. ഒരുപാട് നേരം കഴുകിക്കഴിഞ്ഞാൽ ഇത് കുതിർന്നു പോവും. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാവാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണക്കച്ചെമ്മീൻ്റെ പരിപ്പ് മാത്രമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഉണക്കച്ചെമ്മീൻ്റെ പരിപ്പല്ല നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച വിധത്തിൽ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കഴുകിയെടുത്ത് ഇതേപോലെ തന്നെ അതും വറുത്തെടുക്കുക. 3-4 പ്രാവശ്യം കഴുകുമ്പോഴാണ് ഇതിൻ്റെ മണ്ണെല്ലാം പോയി കിട്ടുക. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എണ്ണ ഒഴിച്ചത് ചൂടായിട്ടുണ്ട്. നമ്മൾക്കിത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. ഇത് വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ഒരുപാട് തീ കൂട്ടി വെക്കരുത്. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചൂടാവും. ഏത് ചട്ടി എടുക്കുന്നവരായാലും തീ കുറച്ച് വേണം വെക്കാനായിട്ട്. അപ്പോഴാണിത് കറക്റ്റായിട്ട് വറുത്ത് കിട്ടുക. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കറിയുടെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. ഇപ്പോൾ ഇതാ നന്നായി ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമ്മൾക്കിനി ഇത് കോരി വയ്ക്കാം. ഇനി ഇതേ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ബാക്കി ചേരുവകളും തയ്യാറാക്കുന്നത്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇപ്പോൾ ഇതാ ഇതിവിടെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇനി ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ഇടുന്ന സമയത്ത് തീ നല്ല പോലെ കുറച്ച് വെച്ചിരിക്കണം. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയും നമ്മൾക്ക് പൊടികൾ ആവശ്യമുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ വഴറ്റിയെടുക്കുക. പൊടികൾ വഴറ്റുമ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ ചെറിയ തീയിൽ തന്നെ വെച്ച് വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ ഇതുപോലത്തെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഇതാ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് നേരം ഇനി വഴറ്റേണ്ട ആവശ്യമില്ല. ഒരുപാട് നേരം വഴറ്റി കഴിഞ്ഞാൽ തേങ്ങ വറുത്തരച്ചൊരു ടേസ്റ്റ് വരും. അതുകൊണ്ട് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അവിടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ കുതിർന്ന് വന്ന് കാണും. അത് നമ്മൾക്ക് പിഴിഞ്ഞ് ഇതേപോലെ റെഡിയാക്കി വെക്കാം. ഇപ്പോൾ தான் നമ്മൾ വഴറ്റി വെച്ച മിക്സ് നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാനത് മിക്സിയുടെ വലിയ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം. തീരെ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ അരച്ചെടുക്കുക. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുക്കുന്നവരാണെങ്കിൽ അതിനകത്തിട്ട് അരച്ചാലും മതി. ഏതായാലും നല്ല പോലെ അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം മാത്രം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് അരയ്ക്കുക. പിന്നീട് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരയ്ക്കാം. ഇപ്പോൾ ദാ ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്ക് അരച്ചെടുക്കാനായിട്ട്. ഇനി മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 3 പച്ചമുളക് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ്. 1 തക്കാളി ഇതേപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പുളിവെള്ളം അരിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ തന്നെ എല്ലാ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കേണ്ട. പുളിവെള്ളം ആവശ്യമാണെങ്കിൽ പിന്നീട് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് മാത്രം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക. പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അവിടെ പച്ചക്കായ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല പോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതാണ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. 2 ചെറിയ നേന്ത്രക്കായയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 1 കപ്പ് ചെമ്മീനിന് 2 ചെറിയ നേന്ത്രക്കായ കറക്റ്റായിരിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ഇട്ട് കൊടുത്തിട്ടില്ല. ഉണക്ക ചെമ്മീനിൽ നല്ലപോലെ ഉപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് അത് നോക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതേപോലെ അടച്ച് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അടി പിടിക്കത്തൊന്നുമില്ല, എന്നാലും നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ നമ്മളുടെ കറി ഇവിടെ കുറച്ച് നേരമായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ പച്ചക്കായ അരിഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. പച്ചക്കായൊക്കെ ഏതാണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചെമ്മീനും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടി ഇതൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് നേരത്തെ ഇളക്കി കൊടുത്ത പോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പെല്ലാം ഒന്നും കൂടെ നോക്കാം. കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ട് ഉപ്പ് അറിയുള്ളൂ. അപ്പോഴാണ് ചെമ്മീൻ്റെ ഉപ്പൊക്കെ നല്ലപോലെ ഇറങ്ങി വരുന്നത്. ഞാനിവിടെ ഉപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാനിവിടെ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെമ്മീനും കായൊക്കെ ഏതാണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലത്തെ കറിക്ക് ഉണക്ക ചെമ്മീൻ്റെ പരിപ്പിട്ട് കൊടുത്ത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മളുടെ കറിയെല്ലാം നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട്. ചാറെല്ലാം ആവശ്യത്തിനും കുറുകി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് താളിച്ചിടാനായിട്ടാണ് ഉള്ളത്. അതിനായിട്ട് ഇതേപോലത്തെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 2 ഉണക്കമുളക്, 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ ബ്രൗൺ കളർ ആകുന്ന രീതിയിൽ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ ഇവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കറിയൊന്ന് അടച്ചു വെക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഏത് കറിയായാലും താളിച്ചത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ അടച്ചു വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. ഇപ്പോൾ ഇതാ അതിവിടെ കുറച്ച് സമയമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ കായക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കായ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പക്ഷേ കായ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് നിങ്ങളൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ കറി. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഉണക്ക ചെമ്മീൻ ഉലർത്തിയതാണ്. കഞ്ഞിയുടെ കൂടെയൊക്കെ ഇതേപോലൊരു ഉണക്ക ചെമ്മീൻ ഉലർത്തിയതുണ്ടെങ്കിൽ വേറെ കറിയൊന്നും നമ്മൾക്ക് ആവശ്യമില്ല. അത്രയും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഉണക്ക ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തലയും വാലും ഇതേപോലെ ഒന്ന് നുള്ളിക്കൊടുക്കണം. ചിലർക്ക് ഇതിൻ്റെ തലയും വാലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടാവും, വയറുവേദനയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നുള്ളിക്കളഞ്ഞിട്ട് എടുക്കുന്നതാണ് നല്ലത്. നമ്മൾക്ക് എപ്പോഴെങ്കിലും ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇതേപോലെ നുള്ളി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഇതാ 1 കപ്പ് ഉണക്ക ചെമ്മീൻ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം നന്നാക്കി എടുക്കാനായിട്ട്. ഇനി ഇത് 3-4 പ്രാവശ്യം പെട്ടെന്നൊന്ന് കഴുകിയെടുക്കാം. ഒരുപാട് നേരം ഇത് വെള്ളത്തിലിട്ട് വെക്കരുത്. ഒരുപാട് സമയം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതാകെ കുതിർന്ന പോലെയാകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം. ഇപ്പോൾ ഇതാ ഉണക്കച്ചെമ്മീനെല്ലാം ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഉണക്കച്ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഉപ്പ് നല്ലപോലെ ഉണ്ടായിരിക്കും. ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പം ഇവിടെ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. നമ്മളിത് കഴുകിയെടുത്തത് കൊണ്ട് തന്നെ ചെറിയൊരു നനവുണ്ടായിരിക്കും. ആ നനവിൽ ഈ പൊടികളെല്ലാം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ചെറിയ ഉള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ചതച്ച മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഉള്ളിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഇതാ ഇതിവിടെ ഏതാണ്ടൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചതച്ച മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചതച്ച മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്.
എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ 2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പുരട്ടി വെച്ച ചെമ്മീനാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീ നല്ലപോലെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇതിനകത്തേക്ക് ഇനി വെള്ളമൊന്നും തീരെ ഒഴിക്കാൻ പാടില്ല. അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചെമ്മീൻ ഫ്രൈയുടെ ടേസ്റ്റ് മാറിപ്പോവും. ചെറിയ തീയിലിട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുത്താൽ മാത്രം മതി. ചെമ്മീനൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ട് വരും. അത്രയും നേരം ഇത് ചെറിയ തീയിലിട്ട് വഴറ്റിയെടുക്കുക. കുറച്ചൊന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണക്ക ചെമ്മീനായതുകൊണ്ട് ഉപ്പ് നല്ലപോലെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മളുടെ ഉണക്ക ചെമ്മീൻ ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് ഇതിന്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ ഒരു ഉണക്കച്ചെമ്മീൻ ഉണ്ടെങ്കിൽ വേറൊന്നും നമ്മൾക്ക് ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ ഉണക്കമീനൊക്കെ കുറച്ച് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ മീനൊന്നും കിട്ടാത്ത സമയത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വിഭവം കൂടിയാണിത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ 2 വിഭവങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്